ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചിങ്ങ 1-ാം തീയതിയാണ് കേട്ടോ. ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് രാവിലെ വന്ന് നിൽക്കുവാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ് കേട്ടോ. ഉഴുന്നുവട എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ആക്കി വെക്കാനും മറക്കരുതേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് തലേ ദിവസം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കണം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുവാണേ, വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നിങ്ങളൊരു 4 മണിക്കൂറോ, ഒരു ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തണം കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ അരച്ചെടുക്കാൻ. കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ. ഞാനൊന്ന് പാക്കോട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മുകളിലോട്ട് ഉഴുന്നൊക്കെ ഒന്ന് തെറിച്ച് വരും. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നോക്കണം. അതിനുശേഷം ഒരു 2-3 സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് അരച്ചെടുക്കുക. ചെറിയൊരു തരിതരിപ്പൊക്കെ വേണം കേട്ടോ. വെള്ളം ഒരു കാരണവശാലും കൂടി പോകരുത് കേട്ടോ. ഇനി ഉഴുന്നുവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4 ഉള്ളി, അതുപോലെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തണ്ട് വേപ്പിലയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ച മാവിലിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത മാവിലോട്ട് ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തും കൂടി എടുക്കണേ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മാവ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് പൊങ്ങി വരാനാണ്. അപ്പോൾ എയറൊക്കെ കയറിയിട്ട് മാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 കുരുമുളക് ഒന്ന് ഇടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ കേട്ടോ. പൊടിയൊന്നും ചേർക്കാണ്ട് ഇതുപോലെ ഇടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഈ മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടി കൊടുത്തിട്ട് ചെറുതായിട്ടൊരു തുളയിട്ട് കൊടുത്താൽ മതി നമുക്ക്. ഇതുപോലെ മാവ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളത്തിൽ മുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ മാവ് ആ ഓയിലിട്ട് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ആ ഓയിലോട്ട് വീണ് കിട്ടാനാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ ഇതിങ്ങനെ ഉറച്ച് നിൽക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്. ഇത് അപ്പോൾ ജസ്റ്റ് മുങ്ങിക്കിടക്കാനുള്ള ഓയിലെങ്കിലും നമ്മളിതിനകത്ത് ഒഴിക്കണം കേട്ടോ. തീരെ ഓയിലില്ല ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഉഴുന്നുവട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ സൂക്ഷിച്ചിടണം കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുവാണ്. നിങ്ങൾ പെട്ടെന്ന് ഇടുമ്പോൾ കയ്യിലോട്ടൊന്ന് തെറിക്കാണ്ട് സൂക്ഷിച്ചിടണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. 2 വശം ഉഴുന്നുവടയുടെ നന്നായിട്ട് വെന്ത് കിട്ടണം. തീ കൂട്ടിയിടരുത് കേട്ടോ, കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓട്ടത്തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം കേട്ടോ. ഞാനിവിടെ ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ചെറിയ പാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് 4 എണ്ണയ്ക്കാണ് അറ്റ് എ ടൈം വറുത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലിയ പാനോ അല്ലെങ്കിൽ വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടി എണ്ണം ഒറ്റ ടൈമിൽ വറുത്തെടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണേ. നല്ല ചൂടുള്ള ഉഴുന്നുവടയുടെ കൂടെ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒഴിച്ച് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നല്ലൊരു കട്ടൻ ചായയുടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കുമേ. അപ്പോൾ തക്കാളി ചട്നീൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കമന്റ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ആക്കി വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.